ഈ കോൺവെർസേഷൻ ഉണ്ടല്ലോ എന്ത് പ്രധാനമാണെന്നറിയാമോ? നമ്മളിങ്ങനെ കോൺവെർസേഷൻ ആ രീതിയിൽ നടത്തുമ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും ചില സമയത്ത് ചില സിറ്റുവേഷൻസിലൊക്കെ അവർ നമ്മൾ പെരുമാറുകയും അവർ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പം നമുക്ക് മനസ്സിലാവും വാട്ട് വി ഡിഡ് വാസ് റൈറ്റ്, ഐ വാസ് റൈറ്റ്, സംവെയർ ഇറ്റ് ഈസ് വർക്കിംഗ് എന്നോർത്ത് നമുക്ക് വളരെ സന്തോഷം തോന്നും. അതുകൊണ്ട് ഇത്തരം കോൺവെർസേഷൻസ് ഓപ്പൺ ആക്കി വെക്കുക. പിന്നെ കുഞ്ഞുങ്ങൾ വളരെ കംഫർട്ടബിൾ ആയ സ്ഥലത്തുനിന്ന് ആദ്യമായിട്ട് പുറത്തു പോകില്ലേ, അവർക്ക് പലതരം ഇൻഹിബിഷൻസ് ഉണ്ടാവും. അതിനെ ഒന്നും കളിയാക്കുകയൊന്നും ചെയ്യരുത്. ചിലപ്പം പിള്ളേർ മുന്നോട്ട് വന്ന് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അങ്ങനെയൊക്കെ ടീച്ചർമാർ പറയുമ്പോൾ പോകാൻ ചിലപ്പം മടിയുണ്ടാവും. അയ്യേ അവനൊന്നിനും പറ്റൂല, അവന് വീട്ടിൽ ഇരുന്നൊന്നും ചെയ്യാനല്ലേ പറ്റുള്ളൂ, ആ രീതിയിലുള്ള കളിയാക്കലൊന്നും കാര്യമൊന്നുമില്ല. എല്ലാ പിള്ളേരും മറ്റേ സ്റ്റേജിൽ കയറി പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ഒന്നും അല്ലല്ലോ അവർക്ക് താല്പര്യം. അതുകൊണ്ട് അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത് കംഫർട്ടബിൾ ആക്കി വെച്ചാൽ മതി. നമ്മൾ ഈ നിർബന്ധം പിടിച്ചൊന്നും ചെയ്യാൻ പോകണ്ട. കുറച്ചു കാലം അവർ അതുമായിട്ട് എക്സ്പോസ്ഡ് ആവട്ടെ. അപ്പോൾ അവർക്ക് തന്നെ ചിലപ്പം തോന്നും കുറച്ച് കഴിയുമ്പോൾ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവലിൻ്റെ ആയിരിക്കും. പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടും അവർക്ക് ചിലപ്പം ആ ഒരു ഒരു പുതിയ ഒരു സംഭ്രമത്തിലോ ഒക്കെ അവർക്കൊരു പാട്ട് മുഴുവൻ ഓർമ്മ വരുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ആ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ കയറാതെ. അതിന് നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ സ്കൂൾ പോലുള്ളൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവരോട് എന്നും ദിവസേന എന്നും അവരോട് കാര്യങ്ങൾ ചോദിക്കണം. എന്താ ഇന്ന് നടന്നേ, കൂട്ടുകാരുടെ പേര്, ടീച്ചർ എന്താ പറഞ്ഞത്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കണം. ടീച്ചറോടും ഇന്നെന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ച് വിളിക്കരുത്. കുഞ്ഞുങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ നന്നായിട്ട് ഇടപഴകുന്നുണ്ടോ, അവനെന്തെങ്കിലും വിഷമം ഉണ്ടെന്ന് തോന്നിയോ എന്നൊക്കെ ചോദിക്കണം.